നാളെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഈ 5 സംസ്ഥാനത്ത് ഒരു സംസ്ഥാനത്തെ മാത്രം ഒരു നേതാവിന് പരാജയമാണെങ്കിൽ അവരെ അത് പറഞ്ഞു മനസ്സിലാക്കാൻ കുറെ പാടുപെടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പറഞ്ഞു വരുന്നത് പശ്ചിമ ബംഗാളിനെ കുറിച്ചാണ്. പശ്ചിമ ബംഗാളിലെ പാർട്ടി അണികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മമത. അതായത് പോളിംഗ് ഏജന്റുമാരും മറ്റും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഇനി ഈ പോളിംഗ് സ്റ്റേഷന് പുറത്തുള്ള അണികൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊരു നിർദ്ദേശമാണ് മമത നൽകിയിരിക്കുന്നത്. പോളിംഗ് അതായത് വോട്ടെണ്ണൽ കേന്ദ്രത്തിന് അകത്ത് ഉള്ള ഈ പാർട്ടിയുടെ ഏജന്റുമാരും മറ്റും ചെയ്യേണ്ട കാര്യങ്ങൾ, 200-300 വോട്ടിനാണ് തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെടുന്നതെങ്കിൽ റീകൗണ്ടിങ് ആവശ്യപ്പെടണം. ഒപ്പം തന്നെ എല്ലാ ബൂത്തുകളിലും തപാൽ വോട്ടുകൾ വീണ്ടും എണ്ണിക്കണം. അതോടൊപ്പം എവിടെയെങ്കിലും കറണ്ട് പോവുകയാണ് എങ്കിൽ ഈ ഏജന്റുമാർ സംസ്ഥാന നേതൃത്വത്തെ ഉടൻ വിവരം അറിയിക്കണമെന്നുകൂടി മമതാ ബാനർജി പറയുന്നു. ഇനി കൗണ്ടിംഗ് സ്റ്റേഷന് പുറത്തുള്ള പ്രവർത്തകരോട് പറയുന്നത് എല്ലാവരും രാവിലെ തന്നെ സജ്ജരായിരിക്കുക. കാരണം BJP വലിയ ആക്രമണത്തിന് കൊപ്പുകൂട്ടുന്നുണ്ട്. അങ്ങനെ ഉണ്ടായാൽ അവയെ പ്രതിരോധിക്കുക വേണം. വിജയിച്ചു കഴിഞ്ഞാൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തണം. ഒപ്പം തന്നെ നമ്മുടെ പ്രവർത്തകരെ സംരക്ഷിക്കേണ്ട ചുമതലയും നിങ്ങൾക്കാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഏതായാലും കൂടുതൽ സേന കൂടി ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ എത്തിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊക്കെ മുൻപോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ മമതയെ സംബന്ധിച്ച് പരാജയമാണ് എങ്കിൽ അവർ ഒരു വലിയ ലഹളയ്ക്കോ കലാപത്തിനോ തന്നെ കോപ്പ് കൂട്ടിയെന്നിരിക്കും. ഏതായാലും അതിനെ നേരിടാൻ ഇപ്പോൾ സൈന്യം ബംഗാളിൽ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. 2021 നമ്മളത് കണ്ടതാണ്. 58 പേരാണ് കാലമുരി പോകിയത്. അതിലേറെയും ഹിന്ദുക്കളും BJP-ക്കാരുമായിരുന്നു. 1.25 ലക്ഷം പേരാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് അസാമിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത്. പലരുടെയും വീടുകൾ അഗ്നിക്കിരയാക്കി. ആ പ്രദേശത്തു നിന്നും അവരെ ആട്ടിപ്പായിച്ചു. ഇത്തവണ അതൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.